നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ ഹൊസബാലയും ഒക്കെയാണ് സംസാര വിഷയം. ഹൊസബാല, എം.ആർ. അജിത് കുമാർ തുടങ്ങി നിരവധി പ്രമുഖർ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പുലിവാല് പിടിച്ചിരിക്കുന്ന ആര് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അത് BJP തന്നെയായിരിക്കും, കെ സുരേന്ദ്രൻ തന്നെയായിരിക്കും. കാര്യം മറ്റൊന്നുമല്ല, ഇപ്പോൾ കെ സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനം വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം എല്ലാം കഴിഞ്ഞു. ചോദ്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു. അദ്ദേഹം പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ പറയാനുള്ളതല്ല, ഈ പഴയ കാലത്ത് സ്വർണ്ണക്കടത്ത് കേസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം എന്തൊക്കെയോ പറഞ്ഞു. ഇവിടുന്ന് പിന്നീട് ഏറ്റവും അവസാനം ഈ പറയുന്ന സ്വപ്ന സുരേഷിനെ കേരളം വിടാൻ വേണ്ടി സഹായിച്ചത് എന്തോ ഇവരൊക്കെ കൂടി ചേർന്നിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ തള്ളുകൾ തുടക്കത്തിൽ തള്ളി വെച്ചു. എന്നിട്ട് പിന്നെ പതിവ് പോലെ രാജിവെക്കുക എന്നുള്ളതാണ്, അത് കള്ളക്കടത്തുകാരാണ് മൊത്തം ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വെച്ചു. പിന്നീട് തുടർന്ന് മാധ്യമപ്രവർത്തകർ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. ഈ ദത്താത്രേയ ഹൊസബാളയായിട്ട് ഉണ്ടായിരുന്ന സംസാരത്തെക്കുറിച്ചും ആ കൂടിക്കാഴ്ചയെക്കുറിച്ചും അത് പൂരം കലക്കിയതിനെക്കുറിച്ചൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ എന്തൊക്കെയോ പറയുകയാണ്. എന്ത് പറയണമെന്നറിയാമേ, സത്യത്തിൽ പറഞ്ഞ മെഴുകുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അതാണ് കെ സുരേന്ദ്രന് സംഭവിച്ചത്. ഏറ്റവും ഒടുവിൽ എല്ലാം കഴിഞ്ഞ് പൊടി തട്ടി അദ്ദേഹം എണീറ്റ് പോകുന്നു. ഇത് സത്യത്തിൽ കേട്ടോണ്ടിരുന്നവർക്കും ഈ മാധ്യമപ്രവർത്തകരായുള്ളവർക്കും ഒക്കെ ഒരു സംശയം, എന്തിനായിരുന്നു ഇത് ഇങ്ങനെയൊരു പ്രഹസനം അല്ലെ? കാര്യം വേറൊന്നുമല്ല, സത്യത്തിൽ BJPക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. അതാണ് വേറൊരു കാര്യം. BJPക്കാരെ കൊണ്ട് ഇനി ഇതിനകത്ത് ഒരു മൂവ്മെൻറ്റ് നടത്താൻ പറ്റില്ല. കാര്യം ഈ പറയുന്ന M.R. അജിത് കുമാർ കണ്ടിരിക്കുന്ന ഒരു RSS നേതാവിനെയാണ്. തന്നെയല്ല, RSSും BJPയും തമ്മിൽ എവിടെയൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുള്ളത് അത് മോഹൻ ഭഗവത് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ഈ ഇങ്ങനെ സ്വന്തം ദൈവമായി ഒരിക്കലും നടിച്ച് നടക്കാൻ പാടില്ല, ജനങ്ങളാണ് നമ്മളെ അങ്ങനെ ആക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു ഉപദേശമൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊടുത്തിരുന്നു. അതിൻ്റെ അർത്ഥം BJPയും RSSും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്കിലും കേരളത്തിലെ BJPക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ ഈ ഹൊസബാലയെ തൊടാതെയും തൊട്ടും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയത്. അദ്ദേഹം പറയുന്നത് മെയ് മാസത്തിലാണ്, അതെ 2023 മെയ് മാസത്തിലാണ്, മെയ് 22, 23 ദിവസങ്ങളിലാണ് ഈ പറയുന്ന ഒരു പരിപാടി അവിടെ നടന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടായത്. അതൊക്കെ കാര്യമൊക്കെ ശരിയാണ്. M.R. അജിത് കുമാർ അവിടെ പോയി കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ കെ സുരേന്ദ്രന് M.R. അജിത് കുമാറിനെ പിടിച്ച് പുറത്താക്കാൻ പറയാനും പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ഇതിനകത്തിലെ ഏറ്റവും വലിയൊരു ധർമ്മസങ്കടം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അയാളെ പിടിച്ച് പുറത്താക്കുക, അജിത് കുമാറിനെ പിടിച്ച് പുറത്താക്കി അയാളെ സ്ഥാനഭ്രഷ്ടനാക്കൂ എന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പ് ഇപ്പോൾ സുരേന്ദ്രന് ഇല്ല. കാര്യം വേറൊന്നുമല്ല. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ കണ്ടത് ശരിയായില്ലേ എന്ന്, ശരിയല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഈ സുരേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, അതിപ്പോൾ ഒരു 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 ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് ഒരു പൊതുപ്രവർത്തനെ കാണുന്നതിൽ തെറ്റുണ്ടോ? അതിലൊരു തെറ്റുമില്ലല്ലോ എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ പറയുന്ന M.R. അജിത് കുമാർ ഈ ഹൊസബാലയെ കണ്ടതിനകത്ത് യാതൊരു തെറ്റുമില്ല, പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് ഇവർ? അപ്പോൾ അടുത്ത ചോദ്യം, നിങ്ങൾ ഇനിയിപ്പം ഈ കോൺഗ്രസുമായി ചേർന്നിട്ടൊരു സമരപരിപാടിക്ക് തയ്യാറാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അടുത്ത മറുപടി, ഞങ്ങൾ എന്തിനാ അവരുമായിട്ട് ചേരണം അല്ലെ? അവരുമായി ചേർന്നിട്ട് ഞങ്ങൾക്ക് സമരപരിപാടി നടത്തി എന്തിനാ കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നത്? സത്യത്തിൽ ഈ പിന്നെ വിചാരധാരയിലൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ മാർക്സിസ്റ്റുകാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ BJPയുടെ യഥാർത്ഥ ശത്രുക്കൾ, അല്ലെങ്കിൽ RSSന്റെ സംഘപരിവാറുകാരുടെ ഈ ഹിന്ദുത്വവാദികളുടെ എല്ലാം ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ശത്രു, 3 പേരുണ്ട്, അതിലൊരു ശത്രു എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റുകാർ അല്ലെങ്കിൽ CPMകാർ തന്നെയാണ്. അതുകൊണ്ട് CPMനെ ഒതുക്കണം. ഓക്കെ, അത് അവരുടെ പിന്നെ ഈ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. 2, കോൺഗ്രസിനെ ഒതുക്കണം, എങ്കിലേ ഇവർക്ക് ഭരണത്തിലേക്ക് വരാൻ കഴിയൂ എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. അതായത് ഞങ്ങൾ എന്തിനാണ് വെറുതെ സമരമൊക്കെ നടത്തി ഈ പറയുന്ന പോലെ കോൺഗ്രസ്സുകാരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ട് പിന്നെ വെറുതെ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന എന്തിന്? ഇങ്ങനൊരു അവസരം വരുമ്പോൾ ഞങ്ങളല്ലേ ശരിക്കും നേട്ടം ഉണ്ടാക്കേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മാന്യമായ ചോദ്യമാണ്. അതായത് മറ്റൊന്നുമല്ല, ഈ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. അതാണ് ശരിക്കും സുരേന്ദ്രൻ്റെ പത്രസമ്മേളനത്തിൽ ആകെപ്പാടെ നമ്മൾ കണ്ട് അല്ലെങ്കിൽ നിഴലിച്ച് നിന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ പിന്നീട് ചോദിച്ചു, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ അവർ പിന്നെ ഈ സതീഷിന് ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്, അതായത് അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു, അത് പൂരം കലക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെ സതീശൻ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടയില്ല വെടി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം നിസ്സാരവൽക്കരിച്ച് കളഞ്ഞത്. അതായത് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ വർഷം 2023 മെയ്യിൽ നടന്ന ഒരു സംഭവം, അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നില്ല, നടന്നിട്ടുണ്ട്. അപ്പോൾ ആ കൂടിക്കാഴ്ച നടത്തിയതിന് എങ്ങനെ 2024 ഏപ്രിൽ മാസത്തിൽ നടന്ന ഈ പൂരത്തിനെ ബാധിക്കും
എന്നുള്ളതാണ് ചോദ്യം. വളരെ കൃത്യമായൊരു ചോദ്യമാണ്. ആ ഒരു കൂടിക്കാഴ്ചയിൽ തുടങ്ങിയ ബന്ധം എന്താ പിന്നീട് കൊണ്ടുപോകാൻ ഒരു സാധ്യതയുമില്ലേ? അതായത് ഇപ്പോൾ ഒരാളുമായി വളരെ പ്രബലനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഹൊസബാല എന്ന് പറയുന്ന പ്രബലനായ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹവുമായി ഇവിടുത്തെ കേരളത്തിൻ്റെ ചുമതലയുള്ള ഒരു പോലീസ് മേധാവി, അതായത് ഈ ലോ ആൻഡ് ഓർഡർ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മേധാവിയായിട്ടുള്ള ഒരാൾ അവിടെ പോയി സംസാരിക്കുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു. ഇതൊരു തുടക്കമാണ് എന്ന് എന്തുകൊണ്ട് സുരേന്ദ്രൻ ഓർത്തില്ല? ഇതിനുശേഷം ഇവർ തമ്മിൽ കോണ്ടാക്റ്റുകൾ ഉണ്ടാകുമെന്നും പിന്നീട് ഒരു അവസരം വരുമ്പോൾ പോലീസ് ഇടപെട്ട് കലക്കേണ്ട ഏതെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് അവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താം, അല്ലെങ്കിൽ ഒരു മുതലെടുപ്പ് നടത്താം എന്ന് ചിന്തിക്കാൻ കഴിയാത്തത്ര മണ്ടനാണോ ഈ ഹൊസബാള എന്ന് പറയുന്ന ആൾ? ഒരിക്കലുമല്ല. അതൊരു തുടക്കമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തിന് മാന്യമായ പ്രതിഫലവും ഈ ഹൊസബാള കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ചും ഒക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു അന്വേഷണം നടക്കും. അപ്പോൾ അങ്ങനെ ഹൊസബാള ഇയാളെ ഒരു വഴിയാക്കി മാറ്റിക്കൊണ്ട് ഇവിടെ ഈ പൂരം കലക്കുക എന്ന് പറയുന്ന അവിടുത്തെ കമ്മീഷണറെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പൂരം കലക്കിക്കൊണ്ട് BJPക്ക് ഒരു വോട്ട് നേട്ടം ഉണ്ടാക്കാൻ വേണ്ട ഒരു പരിതസ്ഥിതി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഹൊസബാള ചെയ്തത്. അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന പോലീസ് മേധാവിയെ വിലക്കെടുക്കുകയും ചെയ്തു. ഇതാണ് ആക്ച്വലി സംഭവിച്ചത്. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ മാത്രം ബോധമില്ലാത്ത ഒരാളാണ് കെ സുരേന്ദ്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അപ്പോൾ അതിനെല്ലാം മറപറ്റി നിന്നുകൊണ്ട്, അതിനെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് വെറുതെ ജനങ്ങളെയും മാധ്യമ പ്രവർത്തകരുടെയും മുന്നിൽ വന്ന് പൊട്ടം കളിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ സുരേന്ദ്രൻ ചെയ്തിരിക്കുന്നത്. അത് ഓൾ ഓവർ അദ്ദേഹത്തിൻ്റെ ഏകദേശം കുറച്ച് 10 മിനിറ്റോളം ലെങ്തുള്ള ഒരു വാർത്താ സമ്മേളനമാണ്. അതിനകത്ത് ഒരിക്കൽ പോലും ഈ പറയുന്ന അജിത് കുമാറിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ഒരിടത്ത് പോലും അയാൾ തെറ്റുകാരനാണ് എന്ന് സൂചിപ്പിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയൻ അത് തുടരാൻ യോഗ്യനല്ല. കാര്യം ഇതല്ല വിഷയം, സ്വർണ്ണക്കടത്താണ് വിഷയം. സ്വർണ്ണക്കടത്ത് നടത്തി ഇപ്പോൾ അതായത് PV അൻവറും ഈ പറയുന്ന മന്ത്രിസഭയിലുള്ള മന്ത്രിമാരും പിണറായി വിജയനും തമ്മിലുള്ള പ്രധാന തർക്കത്തിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കള്ളപ്പണം അല്ലെങ്കിൽ ഈ കള്ളക്കടത്ത് മുതൽ അതിൽ നിന്ന് കിട്ടിയ ധനമുണ്ടല്ലോ, ഒരു പണം, അത് വീതിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. അതിനകത്ത് കുറച്ച് പേർക്ക് കൂടിപ്പോയി, കുറച്ച് പേർക്ക് കുറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഈ കുറവും കൂടുതലും വന്നവർ തമ്മിലുള്ള ഒരു തർക്കമാണ് ഇപ്പോൾ PV അൻവറും പിണറായി വിജയനും അല്ലെങ്കിൽ പാർട്ടിയുമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് അതിനെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോഴും ക്ലീൻ ചിറ്റ് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ നോക്കുക. ആർക്കാണ്? അജിത് കുമാറിന് ഈ പറയുന്ന ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കെ സുരേന്ദ്രൻ തയ്യാറായി എന്നുള്ളതാണ് വേറെ രസകരമായൊരു കാര്യം. അതുകൊണ്ട് CPM-കാരെല്ലാം കള്ളക്കടത്തുകാരാണ്. അപ്പോഴും അജിത് കുമാർ കള്ളക്കടത്തുകാരനല്ല. അദ്ദേഹം വളരെ മാന്യനാണ്. അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹം ആകെപ്പാടെ ചെയ്തു പോയെന്നല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ പറയുന്ന ദത്താത്രേയ ഹൊസബാളയെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന തൃശ്ശൂരിൽ വന്ന് കണ്ടു, സംസാരിച്ചു, ഒരു ബന്ധമുണ്ടാക്കിയെടുത്തു. അതിന് പല വ്യാഖ്യാനങ്ങളും കൊടുക്കാൻ കഴിയുന്ന ഒന്നാണ് ആ ഒരു കൂടിക്കാഴ്ച. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇനി യഥാർത്ഥ സംഭവം എന്താണെന്ന് ഇനി സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ പറയും എന്താണ് സംഭവിച്ചത്. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ സത്യത്തിൽ ഈ കേരളത്തിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്കും BJPക്ക് ഒട്ടും ഒരു അംശം പോലും സ്കോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതായത് സ്കോർ ചെയ്യുന്ന മൊത്തം ഈ കോൺഗ്രസ്സുകാരും ഇതെല്ലാം ഈ രണ്ടുപേര് തമ്മിലടിക്കുക നോക്കി ഒന്നുകിൽ കൈയടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കൂവുക, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് കരയുക. ഇതാണിപ്പോൾ സത്യത്തിൽ കേരളത്തിലെ BJPക്കാരുടെ ഒരു അവസ്ഥ.